ഫ്രഷ് കട്ട് സമരത്തിനെതിരെയായ പോലീസ് നടപടി ജനകീയ സമരം അടിച്ചമർത്താനാണെന്ന് സമരസമിതി അംഗങ്ങൾ. സ്ത്രീകളെയും കുട്ടികളെയും മനുഷ്യാവകാശ കവചമാക്കി എന്ന യതീഷ് ചന്ദ്രയുടെ നിലപാട് പച്ചക്കള്ളമാണെന്നും സമരക്കാർ പറഞ്ഞു. ഫ്രഷ് കട്ടിനെതിരെയായ സമരം അടിച്ചമർത്താനുള്ള ആസൂത്രിത ശ്രമത്തിന്റെ ഭാഗമായാണ് പോലീസ് നടപടിയെന്നാണ് സമരസമിതി അംഗങ്ങളും നാട്ടുകാരും ആരോപിക്കുന്നത്. 6 വർഷമായി സമാധാനപരമായാണ് സമരം നടന്നതെന്നും നാട്ടുകാർ പറയുന്നു. പോലീസ് നടപടി അതിരു കടന്നതോടെയാണ് DCC പ്രസിഡന്റ് പി പ്രവീൺ കുമാർ ആരോപിച്ചു. മുസ്ലിം ലീഗും പോലീസ് നടപടിയെ വിമർശിച്ച് രംഗത്തെത്തി. അതേസമയം പോലീസ് നടപടിയെ ന്യായീകരിക്കാനാണ് സർക്കാർ. നിയമപരമായ പ്രതിഷേധമല്ല ഇന്നലെ നടന്നതെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് പറഞ്ഞു. ചില ചിത്രശക്തികൾ ജനകീയ സമരത്തിൽ നുഴഞ്ഞു കയറിയെന്ന് മന്ത്രി ആരോപിച്ചു. സമരസമിതിയെ ഹൈജാക്ക് ചെയ്ത് ചിലരാണ് ഇന്നലെ ആക്രമണം നടത്തിയതെന്ന നിലപാടാണ് CPM നേതൃത്വത്തിനുമുള്ളത്. കോഴിക്കോട് താമരശ്ശേരിയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെയായ പ്രതിഷേധത്തിൽ SP-യെ പ്രതിഷേധക്കാർ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ഇന്നലെ ഫ്രഷ് കട്ട് അറവു മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലേക്ക് കയറിയ പ്രതിഷേധക്കാർ ആക്രമണം നടത്തുന്ന CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഫാക്ടറി ആക്രമിക്കുന്നതും അത് തടയുന്ന പോലീസുകാരെ വളഞ്ഞിട്ട് മർദ്ദിക്കുന്നതും ദൃശ്യങ്ങളുണ്ട്. സംഘർഷത്തിൽ 300-ലധികം പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും DYFI ബ്ലോക്ക് പ്രസിഡന്റുമായ മെഹ്റൂഫാണ് കേസിൽ 1-ാം പ്രതി. സംഘത്തിൽ 300-ലധികം പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. സംഘർഷത്തിൽ 351 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. കൊലപാതക ശ്രമം, കലാപമുണ്ടാക്കൽ തുടങ്ങിയ ഗുരുതര വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഫാക്ടറിയിൽ തീയിട്ടതിന് 30 പേരെ പ്രതി ചേർത്ത് കേസെടുത്തു. സ്ഫോടക വസ്തു ഉപയോഗിച്ചതടക്കം കുറ്റം ചുമത്തിയിട്ടുണ്ട്. 5 കോടി രൂപയുടെ നഷ്ടം കമ്പനിക്കുണ്ടായെന്നും FIR-ലുണ്ട്.